ആഹാരത്തിന് രാഷ്ട്രീയമുണ്ടോ? വിശപ്പിന് രാഷ്ട്രീയമുണ്ടോ? ഇതൊക്കെ എന്ന് തൊട്ടാണ് കേരളത്തിൽ വന്നു തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ജനങ്ങൾ അടിച്ചേൽപ്പിച്ച വിശ്വാസം, ആ വിശ്വാസം ചീട്ട് കൊട്ടാരം പോലെ കീറിക്കളയുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്കായി ജനങ്ങൾ കുത്തിയ ആ വോട്ട്, അത് നിങ്ങൾ മറക്കുന്നു. എന്താണെങ്കിലും കുടുംബസ്വത്തായിട്ട് കൊണ്ടുവന്ന വകയിലൊന്നുമല്ല ഈ പദവിയിലിരിക്കുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായിട്ടാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത്. ഈ ഒരു ഉച്ച സമയം, ഒരു 10 മണി 11 മണി കഴിയുമ്പോൾ മെഡിക്കൽ കോളേജിലെ ക്യൂ കാണണം. എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജ് ആണെങ്കിൽ പോലും മിക്ക കാര്യങ്ങളും ചികിത്സാ ചിലവ്, പിന്നെ BPL കാർഡുകാർക്ക് കുറച്ച് ഇളവുണ്ടെന്ന് പോയാലും എന്നാലും പൈസ നല്ലതുപോലെ ചിലവാകും. ആ സാഹചര്യത്തിൽ തേടി ഒരു നേരത്തെ ആഹാരം കൊണ്ടുവരാൻ പോലും ഒരു മനുഷ്യരില്ലാതെ വരുന്ന നിരവധി ദരിദ്ര കുടുംബങ്ങളുള്ളൊരു നാടാണ് നമ്മുടെ കേരളം. അപ്പം അങ്ങനെയുള്ളവർ ഒരു ആശുപത്രി കേസ്, അതായത് ആശുപത്രിവാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മുൻകൂട്ടി അറിയുന്നതല്ല. ആശുപത്രിവാസം പെട്ടെന്നുണ്ടാവുന്നതാണ്. ഒരു ആപത്ത് വരുമ്പം ആശുപത്രിയിൽ പോയി കിടക്കുന്നു. ആ സമയത്ത് ഒരു പ്രതീക്ഷയുടെ നിറകുടം എന്നൊക്കെ തന്നെ പറയണം. അങ്ങനെ വരുന്നതാണ് പൊതിച്ചോറ്. ആ പൊതിച്ചോറ് പോലും വിലക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴല്ലേ ഈ കസാരയിൽ കയറിയിരിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് പണ്ടൊരു ചരിത്രം ഉണ്ടായിരിക്കാം. ആ ചരിത്രത്തിൽ നിങ്ങൾ പട്ടിണി കിടക്കാതെ ജീവിച്ചു വന്ന മനുഷ്യരൊന്നുമല്ല. കഴിഞ്ഞ ദിവസം പട്ടിണി കാരണം ഒരു കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്തു. അന്ന് എവിടെ പോയി? അന്ന് പ്രതികരിക്കാതിരുന്ന മനുഷ്യർ അന്ന് ഒന്നിനു വേണ്ടിയും പ്രതികരിച്ചില്ല. ഇന്ന് ഒരു ആവശ്യമില്ലാതെ ഒരു കാര്യം ചെയ്യ്, നിങ്ങളും അതുപോലെ ഒരു പൊതിച്ചോറ് കൊണ്ട് കൊടുക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിപ്പോൾ 1 അല്ല 2 അല്ല 3 അല്ല, വർഷങ്ങൾക്കിപ്പുറവും ആ ഒരു പൊതിച്ചോറ് പ്രതീക്ഷിച്ച ആൾക്കാരിയ്ക്കുന്നുണ്ടെങ്കിൽ ആ പൊതിച്ചോറ് അവിടെ എത്തിയിട്ടുണ്ട്. മിക്കവരുടെയും വിശപ്പടക്കിയിട്ടുമുണ്ട്. ആ കൂട്ടത്തിലൊരാളാണ് ഞാൻ.